കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് തേനട ഉരുക്കിയിട്ട് അത് ബി വാക്സ് ആക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതൊന്ന് കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഈ ബി വാക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണുകയാണെങ്കിൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഈ ബി വാക്സിനെ കൊണ്ട് ഒരുപാട് യൂസ് നമുക്കുണ്ട്. അതിൽ പെട്ട ഒരു യൂസാണ് ബോഡി ക്രീം. അപ്പോൾ ഈ ബോഡി ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ബി വാക്സും ഈ വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് ബോഡി ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെർഫ്യൂംസൊക്കെ ആഡ് ചെയ്യുന്നവർക്ക് പെർഫ്യൂംസൊക്കെ ആഡ് ചെയ്യാം. ഈ ബി വാക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, തേനീച്ച കർഷകരുടെ കയ്യിലുണ്ടാവും. ഇത് മേടിച്ചാൽ നമുക്ക് ബോഡി ക്രീം ഉണ്ടാക്കാൻ പറ്റും. ആദ്യം തന്നെ വേണ്ടത് ഇതേപോലുള്ളൊരു ബി വാക്സ് ആണ്. പിന്നെ വിർജിൻ കോക്കനട്ട് ഓയിൽ വേണം, ആട്ടിയ വെളിച്ചെണ്ണ വേണം യൂസ് ചെയ്യാനായിട്ട്. കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ആട്ടിയ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് പകർത്താനായിട്ട് ഡബ്ബകളാണ്, ചെറിയ കുപ്പികൾ വേണം. പിന്നെ തണുത്ത ഒരു പാത്രം വെള്ളം വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ജെല്ലി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജെല്ലി ആയിട്ടുള്ള ഒരു ക്രീമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 1:4 എന്നുള്ള റേഷ്യോയിൽ എടുക്കണം. അതായത് 100 ഗ്രാം മെഴുകെടുത്താൽ 400 ഗ്രാം വെളിച്ചെണ്ണ, ആ ഒരു റേഷ്യോയിൽ എടുക്കണം. ഇനി അതല്ല ലോഷനാണ് വേണ്ടതെങ്കിൽ, നമ്മൾ ബോഡി ലോഷനൊക്കെ തേക്കില്ല, അതേപോലുള്ള ലോഷനാണ് വേണ്ടതെങ്കിൽ 100 ഗ്രാം മെഴുകിന് 500 ഗ്രാം വെളിച്ചെണ്ണ, 100 ഗ്രാം മെഴുകിന് 500 ഗ്രാം വെളിച്ചെണ്ണ, ആ ഒരു റേഷ്യോ നമ്മൾ എടുക്കണം. 1:5 എന്നുള്ളത് ലോഷനാണ്, 1:4 എന്നുള്ളത് ജെല്ലി ആയിട്ടുള്ള ഒരു ക്രീമിന് വേണ്ടിയാണ്. ഞാനിവിടെ എടുക്കുന്നത് 1:4 എന്നുള്ള റേഷ്യോ ആണ്. ബി വാക്സ് ഒരു 50 ഗ്രാമും പിന്നെ അതേപോലെ വെളിച്ചെണ്ണ ഒരു 200 ഗ്രാമും. 1:4 എന്നുള്ള ഒരു ജെല്ലി ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതാണ് കുറച്ചുകൂടിയും അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പം. അപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു പാത്രം തണുത്ത വെള്ളം മാറ്റി വെക്കുക. ഞാനിവിടെ ഒരു പാത്രം തണുത്ത വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് ബർണർ ഓണാക്കി കൊടുക്കുക. ബർണർ എപ്പോഴും ലോ ഫ്ലെയിമിലിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ കൊണ്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെറിയ പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സൂക്ഷിച്ച് പതിയെ ബർണറിൻ്റെ മുകൾ ഭാഗത്ത് വെക്കുക. അപ്പോൾ ചെറിയ പാത്രത്തിലേക്ക് വെക്കുമ്പോൾ ബർണർ ലോ ഫ്ലെയിമിലിടാൻ വേണ്ടി ശ്രദ്ധിക്കണം, അതാണ് സേഫ്. വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് അനുവദിക്കുക. ഏകദേശം ഒരു 50-60 ഡിഗ്രി ആകുമ്പോഴത്തേനും വെളിച്ചെണ്ണ ചൂടാവും. അപ്പോൾ ചൂടാവാനായിട്ട് അനുവദിക്കുക. ഏകദേശം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബി വാക്സ് എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 25 ഗ്രാം ബി വാക്സ് എടുത്തിട്ടുണ്ട്. 1:4 എന്നുള്ള റേഷ്യോയിൽ 25 ഗ്രാം ബി വാക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബി വാക്സ് നമുക്ക് പതിയെ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തിളച്ച് മറയണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ ബി വാക്സ് ഉരുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനായിട്ട് പെട്ടെന്ന് ഉരുകാനായിട്ട് ഒരു കമ്പ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് അലിയണ വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇപ്പോൾ കംപ്ലീറ്റ് ബി വാക്സും അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ബർണർ ഓഫാക്കി കൊടുക്കാം. ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഓർഗാനിക് എസൻസോ പെർഫ്യൂംസൊക്കെ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ സമയത്ത് വേണം ആഡ് ചെയ്യാനായിട്ട്. ഈ ചെറുചൂടോട് കൂടി വേണം ആഡ് ചെയ്യാൻ. ഇനി പകർത്താനായിട്ട് ഡപ്പകൾ വേണം, ഇതേപോലുള്ള ചെറിയ കുപ്പികൾ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിൽ നല്ല തണുത്ത വെള്ളത്തിൽ ഇറക്കി വെക്കുക. ചെറുചൂടോട് കൂടി ബോട്ടിൽ ഒഴിച്ച് കൊടുക്കുക. അത് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ബോട്ടിൽ നെളുങ്ങുക മറ്റ് കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ തന്നെ ഇറക്കി വെക്കുക. അപ്പോൾ അത് കട്ടയായിട്ട് വരും. രണ്ടാമത്തെ ബോട്ടിലെടുത്തു, രണ്ടാമത്തെ ബോട്ടിലും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് ജെല്ലി ഫോം ആവണ വരെ വെള്ളത്തിൽ ഇറക്കി പിടിച്ചുകൊണ്ടിരിക്കുക. ഞാനിവിടെ 2 ബോട്ടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അടിഭാഗം നിങ്ങൾക്ക് കണ്ടാലറിയാം, അടിഭാഗം ജെല്ലി ഫോം ആയിട്ടുണ്ട്. ആദ്യത്തെ ബോട്ടിൽ 90% ജെല്ലി ഫോമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ജെല്ലി ഫോമിൽ വരും. രണ്ടാമത്തെ ബോട്ടിലും ജെല്ലി ഫോമായി വരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ 2 ബോട്ടിലും കംപ്ലീറ്റ് ആയിട്ട് ജെല്ലി ഫോമായിട്ട് വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെള്ളത്തിൽ തന്നെ ഇറക്കി പിടിച്ച് വെക്കുക. അങ്ങനെ 2 ബോട്ടിലും ജെല്ലി ഫോമായിട്ട് വന്നിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ കീപ്പ് ചെയ്താൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. 2 ബോട്ടിൽ ബി വാക്സ് ക്രീം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ പ്രിപ്പറേഷൻ. വിർജിൻ കോക്കനട്ട് ഓയിലും അതേപോലെ ബി വാക്സും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പോൾ ഇത് 100% നാച്ചുറലായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. തേനീച്ചം കൂട്ടിൽ നിന്നും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ബി വാക്സ്. വെളിച്ചെണ്ണ നമ്മൾ തേങ്ങയിൽ നിന്നും ആട്ടിയെടുക്കുന്നതാണ് വെളിച്ചെണ്ണ. അപ്പോൾ 100% നാച്ചുറലായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ബി വാക്സ് ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഈ തണുപ്പ് കാലത്ത് നമ്മുടെ കൈമ മുരുമുരുപ്പുണ്ടാവും. ഈ മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലാത്ത സ്കിന്നുകളിൽ മുരുമുരുപ്പുണ്ടാവും. അപ്പോൾ ഈ ബി വാക്സ് ഒക്കെ നമ്മൾ അങ്ങനത്തെ ഉള്ള സർഫസിലൊക്കെ തേക്കുകയാണെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ആ ഒരു ശരീരത്തിലുള്ള ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് പിടിച്ചു നിർത്തും. പിന്നെ അതേപോലെ തണുപ്പ് കാലം ആകുമ്പോൾ നമ്മുടെ ചുണ്ട് വിണ്ട് കയറാൻ ചാൻസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് പിടിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബി വാക്സ് ക്രീം. ഇത് 100% ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മളെ കാലിൻ്റെ അടിയിലൊക്കെ വിണ്ട് കീറുന്നുണ്ടാവും. ഒരുപാട് ആളുകളുടെ കാലിൻ്റെ അടിയിലൊക്കെ വിണ്ട് കീറുക. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ ജനുവരി ഒക്കെ തണുപ്പ് കാലമാണ്. അപ്പോൾ തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ ചുണ്ട് വിണ്ട് കീറുക, പിന്നെ അതേപോലെ ശരീരത്തിൽ മുരുമുരുപ്പ് ഉണ്ടാവുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബി വാക്സ് ക്രീം. അപ്പോൾ ബി വാക്സ് ഉപയോഗിച്ചിട്ട് കിട്ടുന്ന സാധനങ്ങൾക്ക് നല്ല വിലയായിരിക്കും. അപ്പോൾ അതിന്മേൽ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ടാവും ബി വാക്സ് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ശ്രദ്ധിച്ചാൽ മതി. ഹൈ കോസ്റ്റ്ലി ആയിരിക്കും. ബി വാക്സ് ക്രീം തേക്കേണ്ടത് രാത്രിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. പുറമേ നിന്ന് മേടിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റ് ആയാലും, വിക്സ് ആയാലും വാസ്ലിൻ ആയാലും ഓയിൻമെൻറ്റ് ആയാലും അതിലൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് പെട്രോളിയം ജെല്ലിയാണ്. അപ്പോൾ ഇങ്ങനത്തുള്ള പെട്രോളിയം ജെല്ലി ഉപയോഗിച്ചുണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ സ്കിൻ സർഫസിൽ ഒരുപാട് വട്ടം തേക്കുമ്പോൾ സ്കിൻ സർഫസ് കറുത്തു പോകും. അപ്പോൾ ബി വാക്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ സ്കിന്നിൻ്റെ നോർമൽ കളറാണ് കിട്ടുക. അപ്പോൾ ഇത് 2 മാസം ഉപയോഗിച്ചാൽ എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളും ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുക ഈ ഡ്രൈ സ്കിന്നുള്ളവർക്കാണ്. ഡ്രൈ സ്കിന്നുള്ളവരുടെ ആ ഒരു ശരീരത്തിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് പിടിച്ചു നിർത്താൻ സഹായിക്കും. ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, അതല്ലെങ്കിൽ തേനീച്ച കർഷകരുടെ കയ്യിൽ ഇതുണ്ടാവും. അപ്പോൾ അതൊന്ന് മേടിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് നിങ്ങൾ എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അത് മറ്റുള്ളവർക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് കാല് വിണ്ട് കീറുക, പിന്നെ മുരുമുരുപ്പ് ഉണ്ടാവുക, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഈ ബി വാക്സ് ക്രീം എന്ന് പറയുന്നത്. നിങ്ങളുടെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്ക് ഉപകാരമാവും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു. എടുക്കാനുണ്ടോ?